നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഗാഡ് ഈസ് ഗുഡ്, ഈസ് ഗുഡ് ഓൾ ദ ടൈം. ദൈവം വഴി നടത്തുന്ന എല്ലാ വിധങ്ങൾക്കുമായിട്ട് സ്തോത്രം. ഈ രാത്രികാലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. മനോഹരമായ ഒരു പൽക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. രാത്രിയിലേക്ക് പ്രവേശിക്കാൻ പല സ്റ്റേറ്റിലെ പല സ്ഥലങ്ങളിലും ഒക്കെ ഇപ്പം ഓൾറെഡി ഡാർക്കായി കാണും. ദൈവം എത്രത്തോളം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ ദയയ്ക്കും വിശ്വസ്തയ്ക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ഈ രാത്രികാലം നമ്മുടെ ദൈവത്തിന്റെ വചനവും നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് കെട്ടുറപ്പുള്ളതായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ ഞാനും ആയിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയ്ക്കായി ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാനും ശാരീരികമായ ചില ബുദ്ധിമുട്ടിലൂടെ ഒക്കെ ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ചില ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ദൈവം തന്ന സമയത്തിനായി കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, ഒന്നു മാർവേലാണ് ചേടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, പൊന്നു മാർവേലാണ് ചേടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. പ്രേമ പരിമളക്കുന്നിലേ, എന്റെ പ്രിയനുമായുള്ള വാസമേ, ഞാൻ ഓർത്തിടും തോറുമെൻ മാനസം തുള്ളിടും അതിമോദമാ. പ്രേമ പരിമളക്കുന്നിലേ, എന്റെ പ്രിയനുമായുള്ള വാസമേ, ഞാൻ ഓർത്തിടും തോറുമെൻ മാനസം തുള്ളിടും അതിമോദമായി. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറി പോകാതിരിക്കുവാൻ, സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ ബന്ധിച്ചിടും യേശു രക്ഷകൻ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറി പോകാതിരിക്കുവാൻ, സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ ബന്ധിച്ചിടും യേശു രക്ഷകൻ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, പൊന്നു മാർവേലാണ് ചേടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. പരിശുദ്ധ പിതാവേ, ഈ മനോഹര രാത്രികാലത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജീവന് വേണ്ടിയതും ഭക്തിക്ക് വേണ്ടിയതും കാലാകാലങ്ങളിൽ നൽകി തന്ന അതിശയകരമായ അത്ഭുതകരമായി അവിടുന്ന് നിങ്ങളെ കാക്കുകയും വഴി നടത്തുകയും ചെയ്ത ദൈവത്തിന്റെ എല്ലാ കൃപയ്ക്കും ദാനങ്ങൾക്കുമായി സ്തോത്രം. പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഒരു മനസ്സോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗമിടയാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അവിടെ നിങ്ങളോട് ഹൃദ്യമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് കർത്താവെ അവിടുത്തെ വചനത്തിലൂടെ അവിടെ നിങ്ങളോട് ഹൃദ്യമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യ ബോധത്തെങ്കിൽ അവിടെ നിങ്ങളെ ഇരുത്തണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അടിയുടെ നാവോട് കൂടിയിരിക്കണം. കൃപയുടെ മറവിൽ സൂക്ഷിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയ ഉണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഈ രാത്രികാലം നമുക്കിങ്ങനെ ഒരുമിച്ചായിരിക്കാൻ വലുവനായ ദൈവം ഇടയാക്കിയ സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അല്പം വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് രാത്രികാലം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിപ്പാനായിട്ട് എടുക്കുന്നത്. അതിന്റെ കുറിവാക്യമായിട്ട് നമ്മളിപ്പം വായിക്കുന്നില്ല, കുറെ കഴിഞ്ഞിട്ട് ഞാനത് പറയാം. ദൈവസഭയുടെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് ദ ചർച്ച് എന്താണെന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവജനം കൂടി വരുന്ന സ്ഥലമാണല്ലോ ദൈവസഭ എന്ന് പറയുന്നത്. ഈ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യേകിച്ച് 4 തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സഭ ഒരു ഫെല്ലോഷിപ്പാണ്. 2, സഭയെന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. 3, സഭയെന്ന് പറയുന്നത് ഒരു ബോഡിയാണ്. 4, സഭയെന്ന് പറയുന്നത് ഫ്ലോക്കാണ്, ഒരു ആട്ടിൻകൂട്ടമാണ്. ഈ 4 വിധത്തിലും ദൈവത്തിന്റെ വചനത്തിലൂടെ അനേകം വാക്യങ്ങളൊക്കെ നമുക്ക് വായിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അത് ചുരുക്കമായി ഞാൻ അതിനെ ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുക. നമ്മൾ അതിൽ ഒന്നാമത് കണ്ടത് അതൊരു ഫെല്ലോഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഈ ക്രൈസ്തവ ചിന്താഗതിയിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ഫെല്ലോഷിപ്പ് എന്നത് വിശ്വാസികൾക്കിടയിലുള്ള ആത്മീയവും സാമൂഹികവുമായ ബന്ധത്തെയാണ് യേശുക്രിസ്തുവിലൂടെ പങ്കിട്ട വിശ്വാസത്തിൽ വേരൂന്നിയതും പരസ്പര പിന്തുണയും ആരാധനയും സേവനവും അതിൽ കൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് ഈ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ മൂലഭാഷാ പ്രയോഗത്തിൽ ഗ്രീക്ക് പദത്തിൽ കൊയിനോനിയ എന്ന പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പദപ്രയോഗമാണ് ഈ ഫെല്ലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന പദപ്രയോഗം. അതിന് പങ്കാളിത്തം അല്ലെങ്കിൽ പങ്കിടൽ എന്ന് അതിന് നമുക്ക് അർത്ഥം കൊടുക്കാൻ കഴിയും. ഇത് അങ്ങനെ പറയുമ്പോൾ ഇത് സാധാരണ സാമൂഹ്യ ഇടപെടലിനപ്പുറം പോകുന്നതായ കാര്യങ്ങളാണ്. ലോകത്തിലുള്ള മറ്റു മനുഷ്യർ ഇടപെടുന്ന അർത്ഥത്തിലല്ല ഇവിടെ ഈ പങ്കാളിത്തം അല്ലെങ്കിൽ പങ്കിടൽ എന്ന പദപ്രയോഗം കൂട്ടായ്മ എന്ന ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് നമ്മൾ കാണും. അപ്പോൾ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽ പെട്ടതായ ഒരു വിഷയമാണ് കൂട്ടായ്മ അല്ലെങ്കിൽ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഫെല്ലോഷിപ്പിൽ ഒരു വ്യക്തി വരുന്നില്ലെങ്കിൽ അടിസ്ഥാന ഉപദേശത്തിലെ ഒന്നിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള അവരുടെ പങ്കിട്ട ബന്ധത്തിൽ നിന്നുകൊണ്ട് വിശ്വാസികൾക്കിടയിലൂടെ ഒഴുകുന്നതായ ആഴത്തിലുള്ള ആത്മീക ഐക്യത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അപ്പൊ അന്യോന്യം ഒരു കൂട്ടായ്മ വരണം എന്നാണ് ആ പദപ്രയോഗത്തിൽ നിന്ന് നമുക്ക് കാണാനായി കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സെന്റൻസ് നിർത്തുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കിടയിൽ ഉള്ളതായ കൂട്ടായ്മ ബന്ധത്തെ വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ലംബമായിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ വിശ്വാസികൾക്കും ദൈവത്തിനും ഇടയിലുള്ള കൂട്ടായ്മയെ ഹൊറിസോണ്ടലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്.
ഇതൊരു ശരീരമെന്ന നിലയിൽ സഭയുടെ ഐക്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇതില്ലെങ്കിൽ സഭയുടെ ഐക്യതയിൽ വിള്ളലുകൾ വീഴും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞു, ശരീരം ഒന്നും അതിന് അവയവം പലതും. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പുറമേ കാണുന്ന അവയവങ്ങളാണ്. ഈ അവയവങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോൾ ചെരുപ്പിടാതെ നമ്മൾ പുറത്ത് നടക്കാൻ പോയി നമ്മുടെ കാലൊരു ചെറിയൊരു കല്ലിൽ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ കുനിഞ്ഞിരുന്ന് ആ വിരലിനെ നമ്മൾ ഞെട്ടിപ്പിടിക്കുവോ അല്ലെങ്കിൽ ആ വിരലിനെ നമ്മൾ തൂക്കുവോ. ആ വേദന നമ്മുടെ ബോഡി മുഴുവനാണ് അനുഭവിച്ചത്. ഒന്ന് നോക്കി, ആ വിരലിന്റെ അറ്റമാണ് മുട്ടിയത്. പക്ഷേ വേദന ആ ഹോൾ ബോഡിക്കാണ് വേദന വന്നത്. ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ ബന്ധം സഭയ്ക്കുള്ളിൽ വരുന്നില്ലെങ്കിൽ സഭയുടെ കൂടിവരവ് വ്യർത്ഥമായി മാറുകയാണ്. കാരണം ഒരു ശരീരത്തിലെ ഈ ഒരവയവത്തിന് കേടുവരുമ്പോൾ ആ കേടല്ലെങ്കിൽ ആ നൊമ്പരം, ആ പ്രയാസം മറ്റൊരു അവയവത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനോട് നമ്മൾ പങ്കിടാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ആ വേദനയിൽ നമുക്കും വേദനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്ന വാക്ക് അവിടെ അന്വർത്ഥമല്ലാതെയായി മാറുകയാണ്. ഈ കൂട്ടായ്മയുടെ പ്രധാന ഘടകങ്ങൾ നമ്മൾ നോക്കിയാൽ ഒന്ന് ആത്മീക ബന്ധമാണ്. ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടക്കുക, പ്രാർത്ഥനാ കൂട്ടത്തിൽ കൂടുക, ആരാധനയിൽ കൂടുക, തിരുവെഴുത്ത് പഠനത്തിന് വേണ്ടി ഒന്നിച്ചു കൂടുക, ഇതിലെല്ലാം പങ്കുചേരുക എന്നിവയെല്ലാം കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ പരസ്പര പിന്തുണ, വിശ്വാസികൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്നതാണ് കൂട്ടായ്മ. ഇന്നത്തെ കാലത്ത് നമ്മൾ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലത്തിന്റെ അവസാന മണിക്കൂറിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന പരസ്പര ഭാരങ്ങൾ വഹിക്കുന്ന സ്വഭാവ വിശേഷം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പണ്ട് എന്നുവെച്ചാൽ കുറച്ച് കാലത്തിന് മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളത്, നമ്മുടെ കൂട്ടായ്മയിൽ ഒരു വ്യക്തിക്ക് സൗഖ്യമില്ലെങ്കിൽ പൊതുസഭയിൽ അത് പറയും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്ന് വിശ്വാസം കൂടിക്കൂടി വരുന്നു. നമ്മൾ കർത്താവിനെ എതിരേൽപ്പാൻ റെഡിയായി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ മാറാരോഗം വന്നാൽ പോലും നമ്മൾ സഭയിൽ പറയില്ല, വേറെ ആരും അറിയരുതെന്നാണ് നമ്മുടെ ചിന്ത. നമ്മളത് മറച്ചു വെക്കുക. നമ്മൾ നമ്മിലേക്ക് തന്നെ ഒച്ചിന്റെ അകത്തേക്ക് നമ്മൾ കടന്നു പോവുക. എന്നിട്ടും നമ്മൾ കൂട്ടായ്മയിൽ വരിക, നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ വീട്ടിൽ വരുന്ന പ്രാർത്ഥിക്കും. വീട്ടുകാർക്കറിയാം, ഭാര്യയ്ക്കും മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ അറിയാം, അല്ലെങ്കിൽ ഭർത്താവിന് അറിയാം, ചിലപ്പോൾ സഹോദരങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ പാസ്റ്ററോടും പറഞ്ഞിട്ടുണ്ടാവും. പാസ്റ്ററോട് പ്രത്യേകം എടുത്തു പറയും, ഇത് വേറെ ആരോടും പറയണ്ട. ഇതാണ് ഇന്നത്തെ നല്ലൊരു കൂട്ടത്തിനുള്ള അവസ്ഥ. ഇതല്ല കൂട്ടായ്മ. കൂട്ടായ്മയിൽ നമ്മൾ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അതിന് പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്ന ഒരു നിലയിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് കൂട്ടായ്മ. നമുക്കിപ്പോൾ പ്രാർത്ഥനയിലൊന്നും വലിയ വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ പൊതുസഭയിൽ നമ്മൾ പറഞ്ഞേനെ, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നിച്ചുള്ള സഭയുടെ പ്രാർത്ഥന എനിക്ക് ബലമാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മെ മറ്റേതോ അദൃശ്യ ശക്തി നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്ന് പുറകോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് ദുഃഖത്തോടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സ്വഭാവം. ഒരു വ്യക്തി എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ പരീക്ഷ വരുന്നു, ആ പരീക്ഷയെക്കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്നു, ഇന്റർവ്യൂവിന് പോയാൽ കിട്ടുമോ എന്നുള്ള അവർക്ക് പ്രോത്സാഹനം നൽകുക. ഇത് കൂട്ടായ്മയുടെ ബന്ധമാണ്.
അതുപോലെ അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രായോഗികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മൾ കൈ തുറന്ന് സഹായിക്കുന്ന ഒരു അനുഭവം. ഒരു കുടുംബത്തെ രോഗമായിരിക്കുന്നു, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം, നമുക്കറിയാം ഈ രാജ്യത്ത് ആർക്കും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ സൗഖ്യമില്ലാതിരിക്കുന്ന നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നമ്മുടെ കൂട്ടായ്മ ബന്ധം എത്രമാത്രമായിരിക്കുന്നുവെന്ന്. ഇതിലൂടെയൊക്കെയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത്. ഞാനിതെല്ലാം ഓരോ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വാക്യം എടുത്ത് വായിപ്പാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം സുവിശേഷം പ്രചരിപ്പിക്കുന്നതിലും ദൈവിക അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ തത്വങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നതിലും ഉൾപ്പെടെ പൊതുവിശ്വാസങ്ങളിലും ലക്ഷ്യങ്ങളിലും സേവനത്തിലും ക്രിസ്ത്യാനികളെ കൂട്ടായ്മ ബന്ധം ഒന്നിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരാധനയ്ക്ക് കൂടുമ്പോഴും പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോഴും ബൈബിൾ സ്റ്റഡിക്ക് കൂടുമ്പോഴും നമ്മൾ കൂട്ടായി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഇതിലൊക്കെ ഉള്ള ഒത്തുചേരലുകളിലൂടെ സേവന പ്രോത്സാഹന പ്രവൃത്തികളിലൂടെ നമ്മൾ കൂട്ടായ്മ പ്രകടിപ്പിക്കപ്പെടുകയാണ്. ഇത് ആകസ്മികമായി സാമൂഹികമായി ഉണ്ടാകുന്ന ഇടപെടൽ കൂട്ടായ്മയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അതല്ല ഇവിടുത്തെ വിഷയം. ആകസ്മികമായി വരുന്ന വിഷയമല്ല. എന്ന് വെച്ചാൽ ഒരിടത്ത് പെട്ടെന്ന് ഒരു മരണമുണ്ടായി, അന്നേരം നമ്മൾ ഒന്നിച്ചുകൂടി, നമ്മൾ ഫ്യൂണറിൽ പോയി, അതിനുശേഷം അവരൊരുക്കിയിരിക്കുന്ന ഭക്ഷണം പോയി കഴിച്ചു. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ബൈബിൾ കൂട്ടായ്മ കേവലം സാമൂഹികമോ വിനോദമോ അല്ല, മറിച്ച് മനഃപൂർവം ആത്മീകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ആത്മീക വളർച്ചയ്ക്കും ഉത്തരവാദിത്വത്തിനും വിശ്വാസത്തെ നിലനിർത്തുന്നതിനും ക്രിസ്തീയ കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികൾ തമ്മിൽ ഒരു സ്നേഹത്തിന്റെയും ഒരു ഐക്യത്തിന്റെയും വളർച്ച നമ്മുടെ ഇടയിൽ കാണാതെ പോകുന്നത്. അത് ശരിയല്ല. നമ്മുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്? പിന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഐക്യമില്ലെങ്കിൽ. അപ്പോൾ വിശ്വാസികളെ അന്യോന്യം ശക്തിപ്പെടുത്തുന്ന, ഐക്യം വളർത്തുന്ന, ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന, ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു സമൂഹത്തിന്റെ പരിവർത്തന ശക്തി പ്രകടമാക്കുന്ന ഒരു വലിയ കാര്യമാണ് ഈ ഫെലോഷിപ്പിലൂടെ നടക്കുന്നത്, കൂട്ടായ്മയിലൂടെ നടക്കുന്നത്. വിശ്വാസികൾ സഭാ ജീവിതത്തിൽ സജീവമായി പങ്കെടുക്കാനും വിശ്വാസത്തിലും ആചാരത്തിലും പരസ്പരം പിന്തുണയ്ക്കാനും വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ പദവി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളത് മറന്നുപോകാൻ ഇടയായിത്തീരരുത്. ഇത് പലപ്പോഴും കാണാത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയം, ഇങ്ങനെ ഒരു വിഷയം ഈ രാത്രിയിൽ സംസാരിപ്പാൻ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നു വരിക, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. ഇന്ന് ചുറ്റുപാടും കാണുന്ന അനേകം കാര്യങ്ങൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ പറ്റും. രണ്ട്, നമ്മൾ ദൈവസഭയെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അതൊരു കുടുംബമാണെന്നുള്ളതാണ്. ഈ സഭയുടെ പശ്ചാത്തലത്തിൽ കുടുംബം അല്ലെങ്കിൽ ഫാമിലി എന്നത് വിശ്വാസികൾക്കിടയിലുള്ള ആഴമേറിയതും അന്യോന്യം പിന്തുണയ്ക്കുന്നതുമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസം, സ്നേഹം, പരസ്പര പരിചരണം എന്നിവ പങ്കിടുന്ന ഒരു സമൂഹത്തെ ഇത് വിളിച്ചു പറയുകയാണ്. ഈ സഭാ കുടുംബം എന്ന പദം, ഒരു സഭാ സമൂഹത്തിലെ അംഗങ്ങൾ വെറും പരിചയക്കാരല്ലെന്ന് ഓർക്കണം. വെറും പരിചയക്കാരാണെങ്കിൽ ഒരു ഫ്രണ്ടാണ്. പക്ഷേ നമ്മളൊരു വെറും പരിചയക്കാരല്ല. ഒരു സഭയിൽ കൂടുന്നവർ പരിചയക്കാരെ പോലെ ഹായ് ബൈ പറഞ്ഞു പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അതൊരു കുടുംബമാണ്. കുടുംബത്തിൽ നമുക്കറിയാം ഹായ് ബൈ അല്ല, നമ്മൾ ഉള്ളു തുറക്കും, പല കാര്യങ്ങൾ അന്യോന്യം ഷെയർ ചെയ്യും.
അപ്പോ ഒരു വെറും പരിചയമല്ല, മറിച്ച് ഒരു കുടുംബ ബന്ധത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്നതാണ് ദൈവസഭ ഒരു ഫാമിലി ആണെന്നുള്ള പദപ്രയോഗത്തിലൂടെ കാണുന്നത്. ഒരു ഭൂമിയിലെ ഒരു കുടുംബം പോലെ, അല്ലെങ്കിൽ ഒരു ജൈവിക കുടുംബം പോലെ സഭ അംഗങ്ങൾ ജീവിതാനുഭവങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും അവരുടെ ആധികളും വ്യാധികളും ഒക്കെ പങ്കിടുന്നു എന്നാണ് ഈ ആശയം ഊന്നി പറയുന്നത്. ജീവിതത്തിലെ വെല്ലുവിളികൾ അവർ പരസ്പരം പിന്തുണയ്ക്കും. ജീവിതത്തിന്റെ നാഴികക്കല്ലുകൾ അവർ ഒരുമിച്ച് ആഘോഷിക്കും. അതുവഴി സ്വന്തമാണെന്നുള്ള ഒരു തോന്നലും ബന്ധവും അന്യോന്യം വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഈ വിശ്വാസികൾക്കിടയിൽ ബന്ധങ്ങളെ വിവരിക്കാൻ ബൈബിള് പലപ്പോഴും കുടുംബപരമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞങ്ങ് പോവാം. റോമാലേഖനം 12:10 അവിടെ നമ്മൾ സഹോദര വാത്സല്യത്തോടെ പരസ്പരം സ്നേഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെ സഭ അംഗങ്ങളെ കുടുംബമായി പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ്. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവസഭയുടെ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് അതിന്റെ അവസാനമാകുന്നുണ്ട്, അവര് വീടുകളിൽ ഒത്തുകൂടുകയും ഭക്ഷണം പങ്കിടുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് ആദിമ സഭ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അന്ന് മർക്കോസിന്റെ മാളികയിൽ നമ്മൾ കാണുന്നത്. ഒരു സഭാ കുടുംബത്തിന്റെ ഭാഗമാകുക എന്നതിനർത്ഥം ബന്ധങ്ങളിൽ നിക്ഷേപിക്കുകയും സമൂഹത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുക എന്നതാണ്. സഭ ഒരു കുടുംബമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിലും പ്രതീക്ഷകൾ കൈകാര്യം ചെയ്യുക, സംഘർഷങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വെല്ലുവിളികളും ഇതിന് അവതരിപ്പിക്കാനായിട്ട് കഴിയും. വ്യത്യസ്ത പശ്ചാത്തലങ്ങളും അനുഭവങ്ങളുമുള്ള വൈവിധ്യമാർന്ന ഒരു സമൂഹമാണ് സഭയെന്ന് നമ്മൾ മനസ്സിലാക്കണം. പല കുടുംബങ്ങളിൽ നിന്നും പല സാഹചര്യത്തിലും ജീവിച്ച് വളർന്നവരാണ് ഒരു സഭയ്ക്കുള്ളിൽ കടന്നു വരുന്നത്. അവരുടെ ഉള്ളിൽ കൃപയുടെയും ക്ഷമയുടെയും അന്യോന്യമുള്ള ഒരു ബന്ധത്തിന്റെയും ആവശ്യകത തിരിച്ചറിയുന്നതിനൊപ്പം അംഗങ്ങൾക്ക് അവരുടെ ബന്ധങ്ങളെ, ആ ബന്ധങ്ങളുടെ സമ്പന്നത മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് സഭ എന്ന കുടുംബം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ കുടുംബം എന്ന ആശയം വിശ്വാസികൾക്കിടയിൽ ആഴത്തിലുള്ളതും ആത്മീകവുമായ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്നേഹം, പിന്തുണ, പങ്കിട്ടതായ വിശ്വാസം, ഇതിൽ കൂടെയുള്ള സവിശേഷതയുള്ളതാണ് ഈ കുടുംബ ബന്ധം. ആ കുടുംബ ബന്ധമാണ് ദൈവസഭയെ ഒരു കുടുംബം എന്ന പേരിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്, ചർച്ച് എന്ന് പറയുന്നത് ഒരു ബോഡിയാണ്, ഒരു ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയുടെ ആശയം പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ഒരു ആഴമേറിയ ദൈവശാസ്ത്ര രൂപകമാണ്. പ്രധാനമായും അപ്പോസ്തലനായ പൗലോസാണ് ഇത് വ്യക്തമാക്കിയത്. വിശ്വാസികളുടെ ഐക്യം, വൈവിധ്യം, പരസ്പരാശ്രിതത്വം എന്നിവയെ ഈ പ്രതിച്ഛായ ഊന്നി പറയുക. ക്രിസ്തുവിന്റെ ശിരസിന് കീഴിൽ അവർ എങ്ങനെ ഒരു കുടുംബമായി രൂപപ്പെടുന്നു എന്നത് ചിത്രീകരിക്കുക. നമ്മൾ നോക്കിയാൽ കൊരിന്ത്യ ലേഖനം, എഫേസ്യ ലേഖനം, റോമർക്കെഴുതിയ ലേഖനം, ആ ലേഖനങ്ങളിലൊക്കെ പൗലോസിന്റെ കത്തുകളിൽ ക്രിസ്തുവിന്റെ ശരീരം എന്ന പദപ്രയോഗം വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പൗലോസ് പറയുന്നുണ്ട്, ശരീരം ഒന്നായിരിക്കുന്നത് പോലെ, അതിന് പല ഭാഗങ്ങൾ ഉള്ളതുപോലെ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു ശരീരമായിരിക്കുന്നത് പോലെ ക്രിസ്തുവും അങ്ങനെയാണെന്ന് പറയുകയാണ്. ഈ വൈവിധ്യമാർന്ന ദാനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നിട്ടും ഒരു ശരീരത്തിന്റെ അവിഭാജ്യ ഭാഗങ്ങളായി വിശ്വാസികളുടെ ഐക്യത്തെയാണ് ഈ ഭാഗം അടിവരയിട്ട് പറയുന്നത്. പൗലോസ് അതിനെ കൂടുതൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം എല്ലാം അവന്റെ കാൽക്കീഴാക്കി, അവനെ എല്ലാറ്റിനും മീതെ തലയാക്കി, സഭയ്ക്കു വേണ്ടി അത് അവന്റെ ശരീരമാണ്, എല്ലാം എല്ലാത്തിലും നിറയ്ക്കുന്നതിന്റെ പൂർണ്ണതയാണ് എന്ന് പറയുന്നതിന്റെ സാരാംശം. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമോന്നത അധികാരത്തെയും ഭൂമിയിലെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ
പ്രകടമെന്ന നിലയിൽ സഭയുടെ പങ്കിനെയും എടുത്തു കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞത്, നമുക്ക് ഓരോരുത്തർക്കും പല അവയവങ്ങളുള്ള ഒരു ശരീരവും എല്ലാ അംഗങ്ങൾക്കും ഒരേ ധർമ്മമല്ലാത്തതുപോലെ, ഒരേ പ്രവൃത്തി അല്ലാത്തതുപോലെ ക്രിസ്തുവിൽ പലരായ നാം പല അവയവങ്ങളുള്ള ഒരു ശരീരമാണ്. ഓരോ അവയവത്തിന് ഓരോ ജോലിയാണ്. നമ്മൾ ചെയ്യുന്ന ജോലി കൂട്ടുസഹോദരൻ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഈ കൂട്ടു സഹോദരങ്ങൾ ശരീരത്തിന്റെ മറ്റൊരു അവയവമാണ്. ഓരോ അംഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. ഇത് പരസ്പര ആശ്രയത്തിന്റെയും സഭയുടെ ആരോഗ്യത്തിനും ദൗത്യത്തിനും ഓരോ അംഗത്തിന്റെയും സംഭാവനയുടെ ആവശ്യകതയെയും ആശ്രയത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടാ പറയുന്നത്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അല്ല, അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. കാരണം നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നാണ് എന്ന ദൈവവചന ചിന്ത. ചുരുക്കത്തിൽ ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ സഭ എന്നത് ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴിലുള്ള വിശ്വാസികളുടെ ഐക്യം, വൈവിധ്യം, പരസ്പര ആശ്രിതത്വം എന്നിവയ്ക്ക് അടിവരയിടുന്ന സമ്പന്നവും ബഹുമുഖവുമായ ഒരു ബൈബിൾ രൂപകമാണ്. അതുകൊണ്ടാണ് ദൈവസഭയെ അത് ഒരു ബോഡിയാണ് എന്ന് ദൈവത്തിന്റെ വചനം വിവക്ഷിക്കുന്നത്. 4-ാമത് പറഞ്ഞിരിക്കുന്നത് ഒരു ആട്ടിൻകൂട്ടമാണെന്നാണ്. ഒരു സഭാ പശ്ചാത്തലത്തിൽ ആട്ടിൻകൂട്ടം എന്നത് സഭാ നേതാക്കളുടെ പരിചരണത്തിലും മാർഗനിർദ്ദേശത്തിലുമുള്ള വിശ്വാസികളുടെ സഭയെയോ സമൂഹത്തെയോ സൂചിപ്പിക്കുന്ന, പലപ്പോഴും അവരെ മേയിക്കുന്ന ആടുകളായി ദൈവവചനത്തിൽ ഉപമിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആട്ടിൻകൂട്ടം എന്ന പദം ബൈബിളിന്റെ പ്രതിച്ഛായയിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ദൈവവും അവന്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നതാണ് ഈ ആട്ടിൻകൂട്ടം എന്ന പദപ്രയോഗം. പഴയ നിയമത്തിൽ ദൈവം പലപ്പോഴും തന്റെ ആട്ടിൻകൂട്ടത്തെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും പരിചയമുള്ള 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ യഹോവന്റെ ഇടയനാണ്, എനിക്ക് കുറവുണ്ടാവില്ല. അവിടെ ദൈവത്തിന്റെ കരുതലും തന്റെ അനുയായികൾക്കായുള്ള കരുതലും ചിത്രീകരിക്കുകയാണ്. അവിടെ പുതിയ നിയമ ഭാഷയിലേക്ക് വന്നാൽ യേശു തന്നെയാണ് നല്ല ഇടയനായി തിരിച്ചറിയുന്നത്. തന്റെ ആട്ടിൻകൂട്ടത്തോടുള്ള ത്യാഗപരമായ സ്നേഹത്തെ ഊന്നി പറയുന്നത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. ഇത് സഭാ നേതാക്കളിലേക്കും വ്യാപിക്കുന്നതാണ്. അവർ തങ്ങളുടെ സഭകളെ പോഷിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും ഉത്തരവാദിത്വമുള്ള ഇടയന്മാരായി കാണപ്പെടണം. അപ്പോസ്തലനായ പത്രോസ് മൂപ്പന്മാരോട് നിങ്ങളുടെ ഇടയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയന്മാരായിരിക്കുക എന്ന് നിർദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ ആത്മീക വളർച്ചയിലും സമൂഹവും വളർത്തുന്നതിൽ ദൈവദാസന്മാരുടെ അജപാലന പങ്ക് ദൈവത്തിന്റെ വചനം എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ആട്ടിൻകൂട്ടത്തിന്റെ ആശയം വിശ്വാസികളുടെ ഒരു സമൂഹം എന്ന നിലയിൽ സഭയുടെ ഐക്യത്തെയും തത്വത്തെയും ഊന്നി പറയുന്നതാണ്. അവരുടെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക, അവർക്ക് ആത്മീകമായ ഭക്ഷണം നൽകുകയും പരിപാലിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാക്കുക എന്നിവ സഭാ നേതാക്കന്മാരുടെ ചുമതലയാണ്. ഈ ബന്ധം സഭയ്ക്കുള്ളിലെ നേതൃത്വത്തിന്റെയും പരിചരണത്തിന്റെയും കടമകൾ ഉൾക്കൊള്ളുന്നു എന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുക. ചുരുക്കത്തിൽ ഒരു സഭാ സന്ദർഭത്തിൽ ആട്ടിൻകൂട്ടം എന്ന പദം സമൂഹത്തിന്റെയും പരിചരണത്തിന്റെയും ആത്മീക മാർഗനിർദ്ദേശത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്ന സമ്പന്നമായ ബൈബിൾ പ്രതിച്ഛായകളെ അടിസ്ഥാനമാക്കി നേതാക്കൾ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ സഭയെ സൂചിപ്പിക്കുകയാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങനെ നിർത്തുക. ഈ പദങ്ങളിൽ ഞാൻ പറഞ്ഞതായ ഈ 4 പദങ്ങളിൽ ഇത് ഓരോന്നും സഭയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു ധാരണ നമുക്ക് നൽകുന്നുണ്ട്. സഭ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിക്കുക.
സഭ ക്രിസ്തുവിന്റെ സഭയാണെന്നും അത് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചതാണെന്നും യേശു കർത്താവ് ശക്തീകരിച്ചതാണെന്നും മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ സഭയാണ്, ക്രിസ്തു സ്ഥാപിച്ചതാണ്, ക്രിസ്തുവാണ് സഭയെ ശക്തീകരിച്ച് നിലനിർത്തുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിന്തയുടെ കുറിവാക്യത്തിലേക്ക് വരാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ആമേൻ. ഈ മത്തായി സുവിശേഷത്തിൽ കർത്താവിന്റെ വാക്കുകളാണ്. മനുഷ്യർ, കർത്താവിന്റെ പ്രസിദ്ധമായ വാക്കുകളാണ് മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കാണുകയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ അവിടെ വായിക്കുന്ന ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ് ദാറ്റ് ദേ മേ സീ യുവർ ഗുഡ് ഡീഡ്സ് ആൻഡ് ഗ്ലോറിഫൈ യുവർ ഫാദർ ഇൻ ഹെവൻ. ഈ സഭയുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ ഉപകരണമായി ഇവിടെ പ്രകാശം എന്ന പദം എടുത്തു വെച്ചിരിക്കുക. വെളിച്ചം. ആ വെളിച്ചം എന്ന പദം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുമ്പോൾ ഷൈൻ എന്ന പദമാണ്. അത് പ്രകാശിക്കുക, വെളിച്ചം പ്രകാശിക്കണം, ആ പ്രകാശം എന്ന പദം. ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. അപ്പൊ ആ പ്രകാശം എന്ന പദം അത് സഭയുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ലളിതമായ ഒരു പദപ്രയോഗമാണ്. 5 അക്ഷരമാണ് ഷൈൻ എന്ന വാക്കിലുള്ളത്. SHINE. ഈ 5 അക്ഷരങ്ങൾ നമ്മൾ ഈ രാത്രി എടുത്ത് സഭയുടെ ഉദ്ദേശം പെട്ടെന്നൊന്ന് പരിശോധിക്കാൻ പോവുക. ഷൈൻ, ആ വാക്കിന് 2-3 അർത്ഥങ്ങളുണ്ട്. അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ടു എമിറ്റ് റേസ് ഫ്രം ലൈറ്റ്, പ്രകാശ കിരണങ്ങൾ പുറപ്പെടുവിക്കുക. അതായത് വെളിച്ചത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ അത് പുറപ്പെടുവിക്കുക, ആ കിരണങ്ങളെ പുറത്തേക്ക് വിട്ടുകൊടുക്കുക. രണ്ടാമത്തെ അർത്ഥം ടു ഗീവ് ലൈറ്റ്, പ്രകാശം നൽകുക. മൂന്നാമതൊരർത്ഥം ടു ബീം വിത്ത് സ്റ്റഡി റേഡിയൻസ്, സ്ഥിരമായ തേജസ്സോടെ പ്രകാശിക്കുക. ഇനി നാലാമതൊരർത്ഥം ടു എക്സിബിറ്റ് ബ്രൈറ്റ്നസ് ഓർ സ്പ്ലൻഡർ, തിളക്കമോ തേജസ്സോ പ്രകടിപ്പിക്കുക. ഇതാണ് ഈ ഷൈൻ എന്ന ഈ 5 അക്ഷരമുള്ള ആ കുഞ്ഞു വാക്കിന് പല മീനിങ് ആയിട്ട് നമുക്ക് ഡിക്ഷണറി കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ അക്ഷരമാണ് യെസ്. ആ എസ് എന്ന അക്ഷരത്തെ നമ്മൾ ഒന്ന് പിടിച്ചു നീട്ടിയാൽ ഞാൻ അതിനെ ഇങ്ങനെ വിവക്ഷിക്കുന്നു: സീക്ക് ആൻഡ് ടു ഷെയർ. നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനും വേണ്ടിയാണ് യേശു വന്നത്. ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്ന ജോലി അന്വേഷിക്കുകയും പങ്കിടുകയും ചെയ്യുക എന്നതാണ്. സീക്ക് ആൻഡ് ടു ഷെയർ. കാരണം ദൈവം എപ്പോഴും രക്ഷ നൽകിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 2000-ൽ പരം ആണ്ടുകളായി ദൈവം തമ്പുരാൻ ജനങ്ങളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ക്രിസ്തുവിലൂടെയുള്ള കാൽവറി മരണം നടന്നിട്ട് 2000-ഓളം വർഷങ്ങളായി. ഇന്ന് ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുന്നില്ല. എന്നാൽ ആ ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ദൈവം പറയുക, അന്വേഷിക്കാനും പങ്കിടാനും വേണ്ടി
ദൈവം നമ്മെ വിളിച്ചിറക്കിയിരിക്കുന്നു. സീക്ക് ആൻഡ് ടു ഷെയർ. നമ്മൾ അത് ചെയ്യുമ്പോ ദൈവം രക്ഷ നടത്തും, ദൈവം രക്ഷിക്കും ആത്മാക്കളെ. നമ്മൾ മത്തായി സുവിശേഷം ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ശിഷ്യന്മാരോട് ഒരുമിച്ച് ഈ ഭൂപരപ്പിൽ നടന്നു, അവരോടൊപ്പം ഭക്ഷിച്ചൊക്കെ കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്തുള്ള കർത്താവിന്റെ അന്ത്യകൽപ്പന, കർത്താവിന്റെ ലാസ്റ്റ് കമാൻഡ്മെന്റ് ആണ്. അത് കൊടുത്തിട്ടാണ് കർത്താവ് കടന്നുപോയത്. കർത്താവ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പോണം, സകല ജാതികളെയും നിങ്ങൾ ശിഷ്യരാക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ അവരെ സ്നാനം കഴിപ്പിക്കണം, നിങ്ങളോട് ഞാൻ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണം. കാരണം യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ആ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളോട് കൂടെയുണ്ട്. നോക്കണം, മഹത്തായ ഒരു നിയോഗം എന്നറിയപ്പെടുന്ന ഈ കൽപ്പന ദൈവസഭയ്ക്ക് നൽകപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ നൽകപ്പെട്ടതാണ്. അന്വേഷിക്കുകയും പങ്കിടുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജോലി. അറിയാത്തവരോട് സുവിശേഷം പറയാൻ ക്രിസ്തു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, കമാൻഡ്മെന്റ് ആണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കുക, കർത്താവ് അവിടെ പറഞ്ഞു നിർത്തുമ്പോൾ പറയുക, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പൊ നമുക്കൊരു ചോദ്യം വരാം, എത്ര കാലമാ? ഒരു ദിവസത്തേക്കാണോ? ഒരു മാസത്തേക്കാണോ? ഒരു വർഷത്തേക്കാണോ? അല്ല, കർത്താവ് പറഞ്ഞു, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. എനിക്കിത് അർത്ഥമാകുന്നത് എല്ലാ തലമുറകൾക്കുമുള്ള സഭയുടെ ഉത്തരവാദിത്വമാണിത്. കഴിഞ്ഞ 2000 ആണ്ടുകൊണ്ട് ഈ ഭൂപ്പരപ്പിൽ ജനിച്ച് മരിച്ച് കടന്നുപോയതും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ സകല ദൈവ മക്കൾക്കുമുള്ള ഉത്തരവാദിത്വമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുമായി സുവിശേഷം പങ്കിടുക എന്നതാണ്. ഈ തലമുറയല്ല, നമ്മൾ നോക്കിയേ, നമ്മൾ വാർക്കുന്ന ഈ തലമുറയല്ലാതെ മറ്റൊരു തലമുറയോടും നമുക്ക് സുവിശേഷം പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തലമുറയോട് നമുക്ക് സുവിശേഷം പറയാൻ പറ്റില്ല, നമ്മളെന്നില്ലായിരുന്നു. ഇനി വരാൻ പോകുന്ന തലമുറയോട് നമുക്ക് സുവിശേഷം പറയാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിലെ നമുക്ക് കർത്താവ് തന്ന ഈ ദൗത്യം നിവർത്തിക്കാനൊക്കത്തുള്ളൂ. അതായത് നമ്മളാണ് നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോട് യേശുവിനെ കുറിച്ച് പറയാൻ ദൈവം ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം 28 നമ്മൾ സുവിശേഷം മാത്രം പങ്കിടേണ്ടതില്ലെന്ന് ശ്രദ്ധിച്ചോ. കർത്താവ് അവിടെ പറഞ്ഞു നിർത്തിയ പദപ്രയോഗം ഇതാ, യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോട്. ലോകാവസാനം എന്നുള്ളത് അവിടെ യുഗാന്ത്യം എന്ന അർത്ഥമാണ് ശരിക്കും അവിടെ വരേണ്ടത്. യുഗാന്ത്യം, ഏത് യുഗാന്ത്യം? കൃപായുഗത്തിന്റെ അന്ത്യം വരെ. അല്ലെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്ന ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശയായ കർത്താവിന്റെ രഹസ്യവരവ് വരെ, അല്ലെങ്കിൽ ഈ സഭയുടെ ഉൾപ്രാപണം വരെ. അതാണ് യുഗാന്ത്യം, ഈ യുഗത്തിന്റെ അന്ത്യം, കൃപായുഗത്തിന്റെ അന്ത്യം. അതുവരെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എന്നതിന്റെ അർത്ഥം, നമ്മളൊരാളോട് സുവിശേഷം പങ്കിടുമ്പോൾ യേശു നമ്മളോടൊപ്പം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ അയൽക്കാരുമായും സുഹൃത്തുക്കളുമായും പങ്കുവെക്കുമ്പോ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വലത്തുവശത്തോ ഇടത്തുവശത്തോ നമ്മുടെ കൂടെ ഉണ്ട്.
നമ്മുടെ കൂടെ കർത്താവുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും യേശുവിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം കർത്താവിനെ സ്വീകരിക്കുമോ? ഇല്ല. നമുക്കറിയാം, നമ്മൾ എത്രയോ പേരോട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുള്ളവരൊക്കെ യേശുയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതിനർത്ഥം നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കരുതെന്നല്ല. എന്തുകൊണ്ടാ? കാരണം ലോകത്തിലുള്ള മനുഷ്യ ആത്മാവിന്, ലോകത്തിൽ ജനിച്ച സകല മനുഷ്യന്റെയും അന്തരാത്മാവിന് സമാധാനം നൽകുന്നതിനുള്ള ഏക ഉത്തരം ദൈവം തമ്പുരാനാണ്. ലോകത്തിന് നമുക്ക് സമാധാനം തരാൻ പറ്റില്ല. ഈ ലോകം അസമാധാനം നിറഞ്ഞതാണ്. ഒരു വ്യക്തിക്കും നമുക്ക് സമാധാനം തരാൻ പറ്റില്ല. ഈ ലോകത്തിലെ മനുഷ്യാത്മാവിന് സമാധാനം നൽകുന്നതിനുള്ള ഏക ഉത്തരം കർത്താവാണ്. ഞാൻ പെട്ടെന്നൊരു ഉപമ പറഞ്ഞ, ഇപ്പോ മാരകമായ അസുഖത്തിന്, ഉദാഹരണം പറഞ്ഞാൽ ക്യാൻസറിനോ അതുപോലുള്ള ഏതെങ്കിലും അസുഖത്തിനുള്ള മരുന്ന് ഒരൊറ്റമൂലി നിങ്ങളുടെ കൈവശം ഉണ്ടെന്ന് വിചാരിച്ചോ. അത് ലോകത്തിൽ ആരുടെയും കയ്യിലില്ല, നിങ്ങളുടെ കയ്യിലാവുള്ളത്. നിങ്ങളുടെ കൈവശം ആ സാധനമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ സാധനമുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതിൽ അധികമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ പങ്കുവെച്ചില്ലെങ്കിൽ അത് അധാർമികമായിരിക്കും. അങ്ങനെ എയ്ഡ്സിനുള്ള മരുന്ന് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ അത് അധാർമികമാണ്. കാരണം ഈ അസുഖങ്ങൾ വെച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ മരണപ്പെടുമ്പോൾ അവരുടെ ജീവനിലേക്ക് നടത്താനുള്ള മരുന്ന് കയ്യിലിരുന്നിട്ട് നമ്മൾ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അത് തീർത്തും അധാർമികമാണ്. എന്നാൽ ക്രിസ്തുവുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ മനുഷ്യാത്മാവിനുള്ള മരുന്ന് നമുക്കറിയാം, നിങ്ങൾക്കറിയാം. ഈ സമാധാനമുള്ള മനുഷ്യാത്മാവിനുള്ള മരുന്ന് നിങ്ങളുടെ പക്കലാണ് ദൈവം തന്നിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ അറിയുകയാണെങ്കിൽ അവൻ നിങ്ങളെ സ്പർശിക്കും, അവൻ നിങ്ങളെ സുഖപ്പെടുത്തും, അവൻ നിങ്ങളോട് ക്ഷമിച്ച് ആളുകൾക്ക് ദൈവവുമായി എങ്ങനെ സമാധാനം പുലർത്താമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നമുക്ക് ആവശ്യമാണ്. അല്ല, ഈ രോഗബാധിതരും വേദനാജനകവുമായ മനുഷ്യൻ ജീവിക്കുന്ന ഒരു ലോകത്ത് നാം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചികിത്സാ മാർഗം പങ്കിടാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5 നമ്മൾ വായിക്കുമ്പോൾ, 5-ാം അധ്യായം വായിക്കുമ്പോൾ, ക്രിസ്തുവിലൂടെ ദൈവം നമുക്കും തനിക്കുമിടയിൽ സമാധാനം സ്ഥാപിച്ചു. അവനോടൊപ്പം നമുക്കുണ്ടായിരിക്കാൻ കഴിയുന്ന സമാധാനത്തെക്കുറിച്ച് എല്ലാവരോടും പറയാനുള്ള ജോലി അവൻ നമ്മെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കാൻ നാം അയക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ അക്ഷരം എസ് എന്ന് പറയുന്നത് അന്വേഷിക്കാനും പങ്കിടാനും വേണ്ടിയുള്ളതാണ്, സീക്ക് ആൻഡ് ഷെയർ. 2ാമത്തെ അക്ഷരം ഇത് ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്, ഹെൽപ്പ്, സഹായത്തിനായിട്ടുള്ളതാണ്. നമ്മൾ പരസ്പരം കരുതാൻ നമുക്ക് ബാധ്യതയുണ്ട്. പുതിയ നിയമസഭയ്ക്ക് പരസ്പരം ദൈവവുമായുള്ള ബന്ധം കാരണം ആർക്കെങ്കിലും ഒരാവശ്യമുണ്ടാകുമ്പോൾ ആ ആവശ്യം നിറവേറ്റാൻ സഭ ഇടപെടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സഭയെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമാണ്. നമ്മൾ പരസ്പരം സഹായിക്കേണ്ടതുണ്ട്. നമുക്ക് ഉപജീവനം കണ്ടെത്താൻ മാത്രമല്ല, അതിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനും നമ്മുടെ കഴിവുകളും നന്മകളും ഉപയോഗിക്കുവാൻ നമുക്കൊരു കടപ്പാടുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനം അതൊന്ന് വായിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നോക്കി, ഈ എഫേസ്യ ലേഖനത്തിലൂടെ അപ്പോസ്തലൻ പറയുന്നു, നോക്കി, നാം ദൈവത്തിന്റെ കൈപ്പണിയാണ്. എന്തിനു വേണ്ടിയാ? സൽപ്രവർത്തികൾക്കായിട്ട്.
ദൈവത്തിന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട്, എന്ന് വെച്ചാൽ നല്ല പ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് നമ്മൾ ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നമേ കണ്ട് നമ്മെ അതിനു വേണ്ടി ക്രിസ്തുവിലൂടെ സൃഷ്ടിച്ചെടുത്തു. ആ വാക്കിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം നമ്മെ സൃഷ്ടിച്ചതാണ്. അന്നേരമാണ് നമുക്ക് നമ്മുടെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, ഞാൻ രക്ഷിക്കപ്പെട്ടു, എങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി. ഇതിനുവേണ്ടി അല്ല ക്രിസ്തു നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നു, നമ്മളെ സൽപ്രവർത്തികൾക്കായിട്ടാണ് ക്രിസ്തുയേശുവിൽ തന്റെ കൈപ്പണിയായിട്ട് ദൈവം സൃഷ്ടിച്ചു വെച്ചത്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരായിരിക്കണം, ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കണം. സമയം ഓടിപ്പോകുന്നതുകൊണ്ട് പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്തത് ലെറ്റർ ഐ എന്നുള്ളത്, ഷൈനിന്റെ മൂന്നാമത്തെ ലെറ്റർ ഐ. ഐ എന്ന വാക്കിന് ഇൻക്ലൂഡ് എന്ന ഇംഗ്ലീഷ് പദം നമുക്ക് എടുക്കാം. ഇൻക്ലൂഡ് എന്നാൽ ഇൻക്ലൂഡ് എന്ന് പറയുമ്പോൾ ജനത്തെ അല്ലെങ്കിൽ ആളുകളെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. അവരെ വീട്ടിലാണെന്ന് തോന്നിപ്പിക്കുക. ഇതിൽ നമ്മൾ നമ്മളൊരു സൗഹൃദ സഭയാണ്. സഭയെന്ന് പറയുമ്പോൾ അത് സൗഹൃദമായിരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനോ ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു പ്രത്യേക സാമ്പത്തിക ഭദ്രതയുള്ളവർക്കോ ചില പ്രത്യേക കുടുംബ മഹിമകളുള്ളവർക്കോ ഉള്ളതല്ല ദൈവത്തിന്റെ സഭ. ദൈവസഭ അതൊരു സൗഹൃദ സഭയാണ്. എല്ലാ കൂടിവരവുകളിലും നമ്മൾ പരസ്പരം മറ്റുള്ളവരെ അഭിവാദ്യം ചെയ്യാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ചില പ്രിയപ്പെട്ടവരുണ്ട് അവിടെ. പൊതുവിലുള്ള കൂടിവരവുകളെ കുറിച്ച് ഞാനങ്ങ് പറയുക. ഇപ്പോ 50 പേര് കൂടുന്ന ഒരു കൂടിവരവാണെങ്കിൽ അതിലെ 4-5 പേരുമായിട്ട് നമുക്ക് ലോഹ്യം കാണും. എപ്പോഴും കാണുമ്പോൾ അവർക്ക് നമ്മൾ പോയി കൈ കൊടുക്കും, അവരോട് വർത്താനം പറയും. ബാക്കിയുള്ളവരെ നമ്മൾ ഗവനിക്കാറേയില്ല. അതല്ല ദൈവസഭ. നമ്മൾ പരസ്പരം അഭിവാദ്യം ചെയ്യുകയും അന്യോന്യം സ്വാഗതം ചെയ്യുവാൻ നാം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടവരാണ്. ഇവിടെ പറയുന്നു നല്ല പ്രവർത്തികൾ. ക്രിസ്തു നമ്മളെ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിച്ചു. ആ നല്ല പ്രവർത്തികൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ആതിഥ്യം ശീലിക്കണം. ഇപ്പം നമുക്ക് ആതിഥ്യം മര്യാദയൊക്കെ പണ്ടത്തേതിൽ അപേക്ഷിച്ച് വളരെ കുറഞ്ഞു പോയ ഒരു കാലമാണ്. അങ്ങനെയല്ല. ആതിഥ്യ മര്യാദ ഉള്ളവരായിരിക്കണം. മറ്റുള്ളവരെ വീട്ടിലേക്ക് നമ്മുടെ കഴിവ് പോലെ അവരെ ക്ഷണിക്കാനും വരുമ്പോൾ അവർക്കൊരു കാപ്പി കൊടുക്കാനോ അല്പസമയം അവരോട് വർത്താനം പറയാനും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നൊരു കാപ്പി കുടിച്ച് കുറച്ചു നേരം അവരോട് ഇതൊക്കെയാ സൽപ്രവർത്തികൾ, ഇതൊക്കെയാ ആതിഥ്യം എന്നൊക്കെ പറയുന്നത്. സൗഹൃദം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് നമുക്കൊരു പെറുപെറുപ്പില്ലാതെ പരസ്പരം ആതിഥ്യം അരുളാൻ കഴിയണമെന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ചിലരെ കണ്ടാൽ നമുക്ക് ഉള്ളിലൊരു പെറുപെറുപ്പ് വരും. പക്ഷേ പെറുപെറുപ്പില്ലാതെ പരസ്പരം ആതിഥ്യം അരുളാൻ നമുക്ക് കഴിയണം. ഈ പുതിയ ആളുകളൊക്കെ ഈ കുടിവരവിൽ കടന്നു വരുമ്പോൾ പലരും അവരെ അത്രയധികം അങ്ങോട്ട് സ്വീകരിക്കാറില്ല. ചിലർ ചെന്ന് കൈകൊടുത്ത് ചോദിക്കാമായിരിക്കും, പേരെവിടാ, നാടെവിടാ, എന്തോ ചെയ്യുന്നു എന്നൊക്കെ ചിലപ്പോൾ അന്വേഷിച്ചായിരിക്കും. ചിലർ ജസ്റ്റ് ഇഗ്നോർ ചെയ്തങ്ങ് പോകും. അവരോടൊന്നും മിണ്ടാറേയില്ല. പുതിയ ആളുകളെ സ്വീകരിക്കാൻ അവർ തയ്യാറാകില്ല. പക്ഷെ കഴിയുന്നത്ര വ്യക്തിപരമായി പറയാൻ ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്, ആ വാതിലിലൂടെ നമ്മുടെ കൂട്ടായ്മയാകുന്ന ആ സ്ഥലത്തെ വാതിലിലൂടെ കടന്നു വരുന്നവരോട് കുടുംബാംഗങ്ങളെ പോലെ പെരുമാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ പെരുമാറ്റം കാരണം അവരവിടെ വരാനിടയായി തീരണം. അടുത്ത ആഴ്ചയിൽ നമ്മുടെ പെരുമാറ്റം കാരണം നമ്മൾ സ്നേഹിക്കുന്ന യേശു അവരിവിടേക്ക് കടന്നു വരാൻ അവരെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിട്ടതാ. ഇല്ലെങ്കിൽ അവരങ്ങോട്ട് വരത്തില്ലായിരുന്നു.
യേശുവാണ് അവരെ അവിടോട്ട് പറഞ്ഞു വിട്ടത്. അവർ തിരഞ്ഞെടുത്ത് അവിടോട്ട് വിട്ടപ്പോ നമ്മൾ മുഖം തിരിഞ്ഞിരിക്കുക. അങ്ങോട്ട് ഇവനാരാ, ഇവനെ എനിക്കറിയാമല്ലോ, അവൻ അവിടെ നടന്ന് ഇങ്ങനെ നടന്നോണ്ടല്ലയോ, അല്ലെങ്കിൽ അവൾ ഇങ്ങനത്തോളല്ലയോ, അവൾക്ക് ഇവിടെ എന്നാ കാര്യമാ, ദൈവസഭയിൽ എന്നാ കാര്യമാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മൂലമാ അവർ ഈ കൂട്ടായ്മയിലോട്ട് കടന്നു വരാൻ കാരണം. എന്തോ അവരുടെ ഉള്ളത്തിൽ ഒരു ചിന്ത വന്നു. എനിക്കവിടെ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ പാസ്റ്റർ വിളിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസി വിളിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഭാരത്തിന്റെയും വിഷമത്തിന്റെയും മധ്യത്തിൽ ഇനി ഇവിടെ ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ. മറ്റു പലയിടത്തും പോയി നോക്കി, ഒന്നും കിട്ടിയില്ല. പല നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തു, ഒന്നും കിട്ടിയില്ല. ഇവിടെ പോയിരുന്ന് ഇനി ഇവരൊക്കെ പറയുന്നത് ശരിയാണോ, ഇവിടെ ഒന്ന് പോയി നോക്കാം എന്ന ആശയോടെ ഒരു വ്യക്തി കടന്നു വന്നാൽ അവർക്കവിടെ വെൽക്കം കിട്ടണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പം ഒരു പൊതുസ്ഥലത്തേക്ക് ചെല്ലുക, നിങ്ങൾ അവിടെ ചെല്ലുക, അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണെന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോ ആ വീട്ടുകാർ നിങ്ങളെ ഒഴിവാക്കിയാൽ, നിങ്ങളെ ഒന്ന് ബെല്ലടിച്ചു, അവർ വന്ന് കതവ് തുറന്നപ്പോൾ നിങ്ങളാണെന്ന് കണ്ടു, ഉടനെ അവര് കതവ് കൊട്ടി അടച്ചേച്ച് അവരകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തയായിരിക്കും കടന്നു വരിക? അല്ലെങ്കിൽ അവർ കടന്നു വന്നു, കതവ് തുറന്നു, അവരകത്തോട്ട് കയറി ഇപ്പം നമ്മൾ അവരോട് ഇരിക്കാനൊന്നും പറഞ്ഞില്ല, വാതിക്കൽ നിന്ന് 1-2 വാക്ക് പറഞ്ഞു, അവരെ നമ്മൾ പറഞ്ഞു വിട്ടു. അവരോട് വന്ന് ഇരിക്കാൻ പറയുകയോ, അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയോ, എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുകയോ, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക്, ഞാൻ എന്നെയും കൂടെ ഉദ്ദേശിച്ച് പറയുക, ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഒഴിവാക്കപ്പെടൽ ഇഷ്ടപ്പെടും? പിന്നെ നിങ്ങൾ അവിടെ പോവുമോ? അങ്ങനെ ആരും അംഗീകരിക്കാത്ത ഒരു കൂട്ടായ്മയിൽ പോകുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് ഇഷ്ടം വരും? എനിക്കിഷ്ടം വരില്ല. എന്റെ കാര്യം പറയാം. നമ്മളൊരു കൂട്ടായ്മയിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ അംഗീകരിക്കാൻ, സ്വീകരിക്കാൻ അവിടെ ആരും തയ്യാറാകുന്നില്ലെങ്കിൽ ഇന്ന് പോയപ്പോ പോയി, അടുത്ത ആഴ്ച ഞാൻ അവിടെ പോവില്ല. അതല്ല ദൈവസഭ. നമുക്ക് അംഗീകാരം കിട്ടാത്ത ഒരിടത്തും നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ വ്യക്തികൾ ഈ സഭയുടെ വാതിലുകളിൽ പ്രവേശിക്കുമ്പോ അവരെ ഉൾക്കൊള്ളാൻ, അവരോട് നന്നായിട്ട് പെരുമാറാൻ, അവരെ സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ. അതാണ് ഇൻക്ലൂഡ്. ഇനി ഞാൻ പെട്ടെന്ന് 4-ാമത്തേലോട്ട് പോട്ടെ. 4-ാമത്തത് ചൈൻ എന്നുള്ളതിന്റെ എന്ന വാക്കാണ്. നർച്ചർ ചെയ്യുക, അല്ലെങ്കിൽ പരിപോഷണത്തിന് വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവരെ നർച്ചർ ചെയ്യുക. അത് ക്രിസ്തുവിൽ വളരുകയും ക്രിസ്തുവിനെ പോലെ ആകുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ യേശുവിനെ പോലെ ആക്കുക എന്നതാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ മനസ്സുള്ളവരാകണം. നമ്മൾ ക്രിസ്തുവിനെ പോലെയാകുക എന്നതാണ്. നമുക്കതറിയാമോ? അതാണ് ബൈബിള് പറയുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം, നിങ്ങൾക്കൊരു വിധത്തിൽ സംശയം വരും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആമേൻ. അതിന്റെ അല്പം മുമ്പോട്ട് വായിച്ചു. അവൻ മുന്നറിഞ്ഞവരെ, എന്നാൽ ദൈവത്തെ, അതാണോ പാസ്റ്റർ? അതെ, 28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്
അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? റോമാലേഖന കർത്താവ് പറയുക, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മെക്കുറിച്ച് പറയുക, ദൈവം തന്റെ അടുക്കൽ വരുന്നവർ തന്റെ പുത്രനെ പോലെ ആകണമെന്ന് ദൈവം ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആമേൻ. അപ്പോ നമ്മുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ നിൽക്കുക, നമ്മുടെ സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നവരാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ദൈവം തന്റെ അടുക്കൽ വരുന്നവർ തന്റെ പുത്രനെ പോലെ ആകണമെന്ന് ദൈവം ആരംഭത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. അപ്പൊ യേശുവേ, ഞാൻ നിന്നെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് നമ്മൾ തയ്യാറാകണം. ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ നമ്മെ നയിച്ചു എന്ന് വരും. ചിലപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നു, അതിന്റെ അർത്ഥം വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ വിശ്വസ്തതയും അനുസരണവുമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിൽ വിശ്വസ്തതയും അനുസരണവുമുള്ള ക്രിസ്തുവിന്റെ സ്വഭാവ വിശേഷം നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ പോലെയാകുവാൻ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തരാൻ, മറ്റുള്ളവരെ നർച്ചർ ചെയ്യാൻ, പരിപോഷിപ്പിക്കുവാൻ നമുക്കിടയായിത്തീരും. ഇനി അവസാനത്തെ അക്ഷരം കൂടെ പറഞ്ഞു നിർത്തട്ടെ. അവസാനത്തത് ഈ ഷൈൻ എന്ന വാക്കിന്റെ അവസാനത്തെ ലെറ്റർ ഇ ആണ്. ഈ എലിവേറ്റ്, ഉയർത്തുന്നതിനെ കുറിച്ച് പറയുക, എലിവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുക. സഭയുടെ 5ാമത്തെ ഉദ്ദേശമാണ് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നാം കർത്താവിനെ ഉയർത്തുക എന്നതാണ്. സങ്കീർത്തനക്കാരൻ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുക, നമുക്കൊരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്താം. വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പൊ സങ്കീർത്തനം 34:3 പറയുന്നതാണ്. അപ്പൊ സഭയുടെ മൊത്തത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് സഭയുടെ ലക്ഷ്യം. അപ്പൊ ദൈവത്തെ ഉയർത്തുക എന്നതാണ് സഭ ഇന്ന് ചെയ്യേണ്ടത്. അതാണ് നാളെ ചെയ്യേണ്ടത്. അതാണ് സഭ നിത്യതയിലേക്ക് കടന്നു പോകുന്നത് വരെ ചെയ്യേണ്ടത്. അതാണ് കർത്താവേ, മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിപ്പാൻ നീ യോഗ്യനാണ്. കാരണം നീ എല്ലാം സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടത്താൽ അവ നിലനിൽക്കുന്നു, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ 5 അക്ഷരമുള്ള ആ ഒരു പദമാണ് നമ്മൾ ചിന്തിച്ചത്. ഷൈൻ, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ എന്ന ആ പദമാണെന്നും നമ്മൾ വിളിച്ചത്. നിങ്ങളുടെ വെളിച്ചം അത് മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കട്ടെ. ഈ സഭയുടെ ഉദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ ഇവയും ഇത് ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ വ്യക്തിഗതമായി നമ്മുടെ ഉദ്ദേശങ്ങളാണ്. കാരണം സഭയെന്ന് പറയുന്നത് നമ്മളാണ്. മനുഷ്യർ നമ്മിൽ ദൈവത്തെ കാണുന്നതിനും ദൈവത്തെ മഹത്വീകരിക്കപ്പെടുന്നതിനും വേണ്ടി ഞാനും നിങ്ങളും പ്രകാശിക്കണം. അതാണ് നമ്മുടെ കുറിവാക്യം. നമുക്ക് ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ചതിനെ ദൈവം യോഗ്യനാണ്. ഏറ്റവും മികച്ചത് ദൈവത്തിന് കൊടുക്കാൻ ദൈവം യോഗ്യനാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5:16 നമ്മൾ വായിച്ചത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കാണുകയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ് that they may see your good deeds and glorify your Father in heaven. ഇതാണ് സഭയുടെ ഉദ്ദേശം. ഇതാണ്
നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മുടെ പ്രവർത്തികൾ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായിത്തീരണം. ഇനി നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മനുഷ്യർ നമ്മുടെ നല്ല പ്രവൃത്തികൾ കാണുന്നുണ്ടോ? നമ്മളൊരു പക്ഷേ ലോകത്തിലെ പലരും ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന നല്ല പ്രവൃത്തി എന്തോ ഉള്ളത്. പലതും നമ്മൾ ചെയ്യുന്നില്ല, കാര്യം ശരിയാ, പക്ഷേ നല്ല പ്രവൃത്തി എന്തോ ചെയ്യുന്നത്, അത് മറ്റുള്ളവർ കാണുമ്പം പിതാവിനെ മഹത്വപ്പെടുത്തുമെന്നാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്. അപ്പോ സഭയുടെ ഉദ്ദേശം ഇതാണ്, പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് മനുഷ്യർ നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് മഹത്വം കൊടുക്കേണ്ടതിന് വേണ്ടി പ്രകാശമുള്ളവരായി നിൽക്കണം. ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, ദൈവത്തിനു വേണ്ടി പ്രകാശിപ്പാൻ ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ, ക്രിസ്തുവിലൂടെയുള്ള നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ, അത് മറ്റുള്ളവർ കണ്ടിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടി എന്നെ മുഖാന്തരമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.